എല്ലാവർക്കും നമസ്കാരം. സ്റ്റാറിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണെന്ന് നോക്കാം. Queen of Pentacles, Page of Cups, 3 of Wands, Justice, Death card, Temperance. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എനർജി നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ കുറച്ച് മെച്ചം ഉണ്ടാകുന്നുണ്ട്. കാരണം അടുത്തിടെയായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ, ലോണൊക്കെ ഉള്ളവർ ലോൺ വരെ അടയ്ക്കാനായിട്ട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിന് സഹായം തേടേണ്ടി വന്നിട്ടുള്ള അവസ്ഥ, സാമ്പത്തികമായിട്ട് കുറച്ചധികം തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു മാസം സാമ്പത്തിക പരാധീനതകളൊക്കെ കുറച്ച് കുറയുന്നുണ്ട്. പൊതുവിൽ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ പൊതുവിൽ കുറച്ച് സമാധാനം ഉള്ള ഒരു മാസമായിരിക്കും. കാരണം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന രീതിയിലുള്ള അതായത് വളരെ ടൈറ്റ് ആയിട്ടുള്ള സാഹചര്യമൊന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല എക്സ്ട്രാ ചെലവുകളൊന്നും ഇല്ലാത്തൊരു മാസമായതുകൊണ്ട് തന്നെ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാനായിട്ടുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നുണ്ട്. കുറച്ച് എക്സ്ട്രാ പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനെങ്കിൽ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള എന്തോന്ന് ചെയ്തു കൊടുക്കാനോ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനോ ഒക്കെ ഉള്ളൊരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സംതൃപ്തി കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ പാരന്റ് ഒക്കെ ആണ്, അതായത് ഹസ്ബൻഡോ വൈഫോ കുട്ടികൾ അച്ഛനും അമ്മയോ ഒരാൾ മാത്രം നോക്കുന്ന കുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതൊന്നും വലിയ കാര്യമല്ല, എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു ഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. തീരെ ചെറിയ കുട്ടികളുള്ളവർ, അതായത് 3 വയസ്സോ അതിൽ താഴെ ഉള്ള കുട്ടികളുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ അമിതമായിട്ടുള്ള ഒരു ഓവർ പ്രൊട്ടക്ഷൻ കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യത്തെ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ടോ നിങ്ങൾ കുട്ടിയുടെ കാര്യത്തിൽ അമിതമായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വിടുക, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ അമിതമായിട്ട് ഓവർ പ്രൊട്ടക്റ്റീവ് ആകേണ്ടെന്ന് ആവശ്യമില്ല എന്നുള്ളത് കൂടിയിട്ട് എടുത്ത് പറഞ്ഞു. അതായത് എല്ലാ കാര്യങ്ങൾക്കും അമിതമായിട്ടുള്ളൊരു ഇതിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ പേജ് ഓഫ് കപ്സ് എനർജിയാണ് പ്രണയവും പ്രണയ സാക്ഷാത്കാരം പോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ പുതിയൊരു പ്രപ്പോസൽ വരുന്നതാകാം. പ്രണയ അഭ്യർത്ഥനകൾ ലഭിക്കുന്ന, പ്രണയലേഖനങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം. പ്രണയലേഖനം എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഉള്ള ബന്ധങ്ങൾ, അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാം, ചിലപ്പോൾ വിദ്യാഭ്യാസമായിരിക്കാം, ആ ഒരു ഇതിൽ നിന്ന് ഒരു പടി ഉയരത്തിലുള്ള തരത്തിലുള്ള ഒരു ആലോചനയാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിത് നടക്കാൻ പറ്റില്ലാത്ത, അല്ലെങ്കിൽ ഇതൊരു ഇപ്പോൾ നിങ്ങൾ വളരെ താഴേക്കിടയിൽ സാമ്പത്തികമായിട്ടുള്ളവരാണ്, ഈ ഒരു വലിയ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങൾ അത്തരം വിദ്യാഭ്യാസം ഇല്ലാത്തതോ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു നിൽക്കുന്നതോ, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിൽ ഉയർച്ചയിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളാണ് കാണിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് അറേഞ്ച് മാരേജ് സാഹചര്യം, അതായത് അവരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വീട്ടിൽ വന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യവും വീട്ടുകാർ വന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയിട്ട് ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ വിവാഹിതരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പോസിറ്റിവിറ്റിയാണ്. ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും ഒക്കെ അടുത്തിടെയായിട്ട് പറ്റാത്തവർക്ക്
കുടുംബമായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 3 of Wands എനർജിയാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക്, അത് വിദേശത്തേക്ക് പോയിട്ട് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവരോ എന്തുമായിക്കൊള്ളട്ടെ, വിദേശത്ത് ജോലി, പഠിത്തം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. യാത്രകൾ അനിവാര്യമായിട്ടുള്ള സമയമാണ്. അപ്പോൾ വിസ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ വിസയുടെ കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. വർക്ക് പെർമിറ്റ് റെഡി ആവുന്നു. അതേപോലെ പൗരത്വം നേടാൻ, മറ്റു രാജ്യങ്ങളിൽ പൗരത്വം നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരം സാധ്യമാകുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ തരുന്നത്. മാറ്റങ്ങൾ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. ഒത്തിരി നാളായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഒരു റീലൊക്കേഷൻ ആയിരിക്കും, ഒരിടത്തു നിന്ന് മാറി മറ്റൊരിടത്തേക്ക് കുടിയേറി പാർക്കുന്നത്, ഒരു രാജ്യത്തേക്കായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കായിരിക്കും. ചില ആളുകൾ നിങ്ങളിപ്പോൾ ജനിച്ചു വളർന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ കുടുംബമായിട്ട് താമസിക്കുന്നിടത്ത് നിന്ന് മാറി അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് മാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഈ ഒരു സമയത്ത് കാണിക്കുന്നത്. അതേപോലെ ജസ്റ്റിസ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ലിറ്ററൽ മീനിങ് ആയിട്ട് പറയാവുന്നത് കേസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിജയസാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ ഈ ഒരു സമയം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പൊതുവിൽ വളരെയധികം ന്യായത്തിന്റെ ഭാഗത്താണ് കാര്യങ്ങൾ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ സമയം വളരെ നല്ലതാണ്. ഈ കേസും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമെങ്കിൽ ഈ ഒരു സമയം നല്ലതായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും മെച്ചം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്തിപ്പെടുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്താണോ ഉള്ളത് ആ സമയത്ത് അവിടെ നിൽക്കുന്ന വ്യക്തികൾ, അതായത് ആ അധികാര സ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾ നല്ലൊരു പ്രസന്നമായിട്ടുള്ള മുഖത്തോടെ അല്ലെങ്കിൽ ഒരു നല്ല മൂഡിലായിരിക്കും അവർ ഇരിക്കുന്നുണ്ടാവും. എപ്പോഴും നമ്മൾ ആളുകളുടെ മൂഡും സാഹചര്യത്തിനും മാറ്റം വരും. ചില സമയത്ത് ആളുകൾ അത്രയും നല്ലൊരു മൂഡിലല്ല എങ്കിൽ അവരെല്ലാം കൃത്യമായിട്ട് നോക്കി അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യുന്നതായിരിക്കും. ചില സിറ്റുവേഷനിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അറിയാതെ അത് വിട്ട് കളയുന്നുണ്ടാവും. അവർ പ്ലസന്റ് മൂഡിലാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് പേപ്പർ നോക്കുന്ന സമയത്ത് ടീച്ചർ വഴക്കിട്ടിട്ട് വന്ന് ഇരിക്കുന്നതാണ് നോക്കുന്നത് എങ്കിൽ മാർക്ക് കുറയും എന്നുള്ള രീതിയിൽ അത് ഒരു തരത്തിൽ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ നല്ല മൂഡിലാണെങ്കിൽ കൊച്ചു കൊച്ചു തെറ്റുകൾക്കൊക്കെ മാർക്ക് കളയാതെ ഇടുന്ന സാഹചര്യമുണ്ട്. അതുപോലെയാണ് നിങ്ങൾ പലപ്പോഴും നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും കാണാൻ പോകുന്ന ദിവസം ആ സമയത്ത് അവർ നല്ല മൂഡിലായിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പ്രയോജനമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഒരു ഡിറ്റർമിനേഷനാണ്, വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് നിങ്ങൾ. എങ്ങനെയാണ് ഇനി മുന്നോട്ടേക്ക് പോകേണ്ടതെന്നൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുകയാണ് നിങ്ങൾ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള സമയമാണ്. ഒരു പുതിയ തുടക്കം ഇനി അങ്ങോട്ടേക്ക് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതേപോലെ ചില ആളുകൾ വിട്ടുകളയാൻ അതായത് ചില കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, ഒത്തിരി ശ്രമങ്ങൾ നടത്തിയിട്ട് ഫൈനലി ഇത് വിട്ടുകളയാമെന്നുള്ളൊരു ലെവലിൽ എത്തി നിൽക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ റെഡി ആവുന്നു എന്ന് പറയുമ്പോൾ ഈ കാര്യം ഒരുപക്ഷെ ജോലിയായിരിക്കാം, വിദ്യാഭ്യാസ കാര്യമായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന കാര്യം, റെഡി ആവുന്ന ആ ഒരു കാര്യം ഈ വരുന്ന ലോങ് ടേമിലേക്കുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. ഈ വരുന്ന ഒരു വർഷക്കാലം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ലൈഫ് ലോങ് ജീവിതകാലം മുഴുവനത്തേക്കുള്ളൊരു സക്സസ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നതായിരിക്കും. അത് ഓരോരുത്തരും കാര്യത്തിൽ വ്യത്യസ്തമായിരിക്കും കേട്ടോ. അപ്പോൾ അതേപോലെ ടെമ്പറൻസ് എനർജിയാണ്. ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാകുന്ന സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വിട്ടുകളയേണ്ടത് വിട്ടുകളയുകയും മുറുകെ പിടിക്കേണ്ടത് മുറുകെ പിടിക്കുക, ഡോണ്ട് ഗീവ് അപ്പ്. അതേസമയം തന്നെ പാസ്റ്റിലെ നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ വിട്ടുകളയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഏതാണ് വിട്ടുകളയേണ്ടത്, ഏതാണ് മുറുകെ പിടിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ദേവതയാണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സും അല്ലെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻ മനസ്സിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ദേവതയാണ് മനസ്സിൽ ഈ ഒരു മാസം ധ്യാനിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹനുമാൻ സ്വാമിയാണ് നിങ്ങൾ ഭജിക്കേണ്ടത്. തീർച്ചയായിട്ടും
ഒരു കൺഫ്യൂഷനും മൈൻഡിൽ ഇല്ലാതെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ രണ്ട് പാതയിൽ രണ്ടിടങ്ങളിലും, അതായത് ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ഫിനാൻസ്, കരിയർ, അതോടൊപ്പം തന്നെ പേഴ്സണൽ ലൈഫിന് രണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ദൃഢനിശ്ചയത്തിന് വേണ്ടിയിട്ട്, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വഴിയിലേക്കുള്ള അതിലേക്കുള്ള നേർവഴി കാണിച്ചു തരുന്നതിനും ഹനുമാൻ സ്വാമി ഭജിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളും, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസമാണ് ഭജിക്കേണ്ടത്. ഹനുമാൻ ചാലീസ വായിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നതും ഉത്തമമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.